2 ദിവസം മുന്നേ എൻ്റെ വാഹനം ഞാൻ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഇറക്കുകയാണ്. അങ്ങനെ ഇറക്കുന്ന സമയത്ത് തൊട്ടരികെയാണ് റോഡ്. അപ്പോൾ ഞാൻ സകല സിഗ്നലുകളും കാണിച്ച് നിയമം ഒക്കെ പാലിച്ച് വണ്ടി മെല്ലെ ഇങ്ങനെ മുമ്പോട്ട് എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ ഏകദേശം റോഡ് കട്ട് ചെയ്തിട്ട് നമ്മുടെ ട്രാക്കിലേക്ക് എത്തണം. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് വലതുവശം ഞാൻ നോക്കി ഇടതുവശത്തേക്ക് നോക്കാൻ നിന്നപ്പോൾ ഒരു ബസ് എന്നെ അടിച്ചു പോയില്ല എന്നുള്ളൂ. അത്രയും ഓവർ സ്പീഡായിരുന്നു. ബസ്സിന് എങ്ങനെ ബ്രേക്ക് കിട്ടിയെന്ന് അറിയില്ല. അള്ളാഹുവിൻ്റെ വലിയൊരു കാവലായിപ്പോയി. മനസ്സിലായില്ലേ? അതെങ്ങാനും അള്ളാഹുവിൻ്റെ തീരുമാനം ആ ബ്രേക്ക് പിടുത്തം കിട്ടാതെ ആവണം എന്ന് അള്ളാഹുവിൻ്റെ തീരുമാനം ഉണ്ടെങ്കിൽ ഞാനവിടെ എന്തെങ്കിലും എനിക്ക് പറ്റണം അല്ലെങ്കിൽ മരണപ്പെടണം എന്നാണെന്നുണ്ടെങ്കിൽ അവിടെ അത് സംഭവിച്ചിരിക്കും. അള്ളാഹുവിൻ്റെ അവിടെ ഒരു കാവലായിരുന്നു. ഒരു നിമിഷം കൊണ്ട് എന്താ ഞാൻ ആ വാഹനം അവിടെ നിന്ന് എടുത്ത് വരുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഷോക്ക് എനിക്ക് അവിടെ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ മറ്റൊരു സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. രാവിലെ അങ്ങനെ വണ്ടി എടുത്ത് ഇറങ്ങുന്ന സമയത്ത് ഒരു കാറുമായിട്ട് എൻ്റെ വണ്ടി വരുതി. അത് റോഡിൻ്റെ നമുക്ക് മറ്റേ ചെറിയ റോഡായതിനാൽ 2 വാഹനത്തിനും പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എൻ്റെ വാഹനം വലിയൊരു കുറച്ചൊക്കെ സ്ക്രാച്ചായി. അങ്ങനെ വന്ന് അതിന് നഷ്ടപരിഹാരം ഞാൻ കൊടുത്തു, 3000 രൂപ കൊടുത്തു. ഞാൻ ഇറങ്ങുമ്പോൾ വിചാരിച്ചിട്ടില്ല എൻ്റെ 3000 അവിടെ പോകുന്നു. മനസ്സിലായില്ലേ? നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ കാര്യങ്ങൾ. ഇവർ അഹങ്കരിച്ചിട്ടോ മറ്റുള്ളവനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരാൾക്ക് സിഹറിൻ്റെ പണി ചെയ്തിട്ടോ ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി നടക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവൻ സ്വന്തമാക്കിയ സ്ഥലം അത് അവൻ്റെ കുടുംബം നശിച്ച് നാറാണക്കല്ലെടുത്ത് കൂടോത്രം ചെയ്തിട്ട് ആ മറ്റേ സ്ഥലവും പറമ്പും നമ്മൾ മേടിക്കണം എന്ന് മോഹിച്ചിട്ട് ഈ ദുനിയാവിൽ ഇങ്ങനെയൊക്കെ മോഹിച്ചിട്ട് എന്താ കാര്യം? ഇതൊക്കെ നശിച്ചു പോകുന്ന സംഗതി തന്നെയാണ്. നമ്മൾ മരിച്ചു പോവും. പിന്നെ നമ്മളെ എത്ര കാലം. അപ്പോൾ ഇവർക്ക് ഇത് ദുനിയാവിനെ കുറിച്ചിട്ട് ചിന്തയുള്ളൂ. ഈ മരണം എന്നുള്ള സംഗതി എപ്പോഴാണ് മനുഷ്യന് സംഭവിക്കുകയെന്ന് അറിയില്ല. ജീവിതത്തിൽ മരണം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് ലക്ഷ്യം വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണ്? നിങ്ങളവിടേക്ക് പോകണ്ട എന്ന് അള്ളാഹു തീരുമാനിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോവില്ല. പിന്നെ നമ്മളങ്ങനെ ഒരുങ്ങി കെട്ടിയാലും എത്ര അങ്ങോട്ട് എത്തില്ല. അതേപോലെ തന്നെയാണ് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഇപ്പോൾ വിവാഹം കഴിക്കാനൊരു സമയമുണ്ട് അല്ലേ? ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനൊരു സമയമുണ്ട്. ആ സമയത്ത് അള്ളാഹു തീരുമാനിക്കുകയാണ് നീ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണ്ടെന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം നമ്മൾ കഴിക്കില്ല. അതല്ല, നമ്മൾ ചോറാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ചോറ് ചിലപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അള്ളാഹുവിൻ്റെ പേരം ബിരിയാണി ആക്കി തന്നാൽ അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. നമ്മളവിടെ ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണെന്ന് നമ്മൾ ഈ പറഞ്ഞ് വരുന്നതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ചിന്തിക്കണം, നമ്മുടെ മരണം അങ്ങനെ തന്നെയാണ് അല്ലേ? ഇപ്പോൾ ഇപ്പം നമ്മൾ എത്ര പെട്ടെന്നുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാരൊക്കെ പറയാറുണ്ട്, കാലം എത്ര പെട്ടെന്നുകൊണ്ടാണ് കടന്നു പോകുന്നത്. വയസ്സ് ഒരുപാട് എത്ര പെട്ടെന്ന് നമുക്ക് ഇത്ര പ്രായമായി. ഞങ്ങൾ രാത്രി അങ്ങനെ സംസാരിക്കും, ഒഴിവ് കിട്ടുമ്പോഴൊക്കെ കൂട്ടുകാരായിട്ട് സംസാരിക്കും. അവരൊക്കെ പറയും എത്ര പെട്ടെന്നുകൊണ്ടാണ് ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. അതെ, ഈ കോവിഡൊക്കെ വന്നു, എത്ര ആളുകളും മരിച്ചു. ഈ കോവിഡ് വരുന്നത് നമ്മൾ നോക്കിയിട്ടുണ്ടോ? നമുക്കറിയാം കോവിഡിനെ കുറിച്ചിട്ട് ഇങ്ങനെ സംഗതി വരുന്നുണ്ട്, ഇത് ഇത്രത്തോളം അപകടമാവുന്ന ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താണ് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോഴും നമ്മൾ പല മരണം എന്താണ്, മരണം എപ്പോഴാണ് നമുക്കിത് എല്ലാവർക്കും കടന്നു വരുന്നത്? നമ്മൾ ചിന്തിക്കണം. അല്ല, നമ്മൾ ഇതിൻ്റെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് നമുക്ക് ഇതൊക്കെ സംഭവിക്കുക? അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വന്നത്, നമ്മൾ പരമാവധി നമ്മൾ മറ്റുള്ളവരെ നോവിപ്പിക്കാൻ ശ്രമിക്കരുത്. നമ്മളൊരാളെ നോവിക്കരുത്. നമ്മളൊരാളെ നോവിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്ത അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ചില ആളുകളുണ്ട് അയാൾക്ക് ഇല്ലാത്തൊരു സംഗതി. ഇപ്പോൾ ചില ആളുകൾക്ക് കുട്ടികളുണ്ടാവില്ല. അപ്പോൾ ഈ കുട്ടികളുള്ള തന്തി തള്ളി അല്ലെങ്കിൽ തന്താര് അല്ലെങ്കിൽ വാപ്പാര് അല്ലെങ്കിൽ ഉമ്മാര് അച്ഛനമ്മ ഇവരെന്ത് ചെയ്യാന്നറിയോ? അപ്പോൾ 4 ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുക, ഒരു കൂട്ടുകാരൊക്കെ നാടന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ഈ കല്യാണം കഴിയാത്ത, ഈ കുട്ടികളില്ലാത്ത, ഈ കല്യാണം കഴിഞ്ഞാലേ കുട്ടികളുണ്ടാവുള്ളൂ. അപ്പോൾ ഈ കല്യാണം കഴിയാത്ത, കുട്ടികളില്ലാത്ത, ഭാര്യ ഇല്ലാത്ത ഈ ചെറുപ്പക്കാരനെ എന്ത് ചെയ്തു?
അപമാനിക്കാൻ പറ്റുന്നിടത്തോളം അപമാനിച്ചു. എങ്ങനെ അപമാനിക്കുക? അവന് കുട്ടികളായി, അവൻ്റെ കല്യാണം കഴിഞ്ഞു. എന്നിട്ട് അവനെ പറയാണ് നീ നോക്കുന്നുണ്ടോ? അതിപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ എടുത്ത് പറയുമ്പോൾ ഇവന് എന്താവും? അള്ളാഹു എനിക്കൊരു കുട്ടിയെ തന്നില്ല, എനിക്കൊരു ഭാര്യ തന്നില്ല, അതിൻ്റെ ഒരു വേദന അവനെ അലട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലല്ലേ? അത് ആളിക്കത്തിക്കാനുള്ള സംസാരവും അതുപോലെ തന്നെ പല മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാം. അല്ലെങ്കിൽ ജോലിയില്ലാത്ത ചെറുപ്പക്കാരെ അല്ലെങ്കിൽ ജോലിയില്ലാത്ത ചെറുപ്പക്കാർ, ഇപ്പോൾ ചില കുട്ടികളൊക്കെ ഉണ്ട് ജോലിയില്ലാതെ, അവർക്ക് എന്താ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത അത് കേൾപ്പിക്കുക, അവരെ തളർത്തുക. ഇങ്ങനെ നേരം വെളുക്കണോ രാത്രിയാവണോ, നേരം വെളുക്കണോ രാത്രിയാവണോ, നമ്മുടെ മരണം എപ്പോഴാണ് സംഭവിക്കുന്നതൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉള്ള ദിവസവും സമയവും നമ്മൾ ആളുകൾക്ക് നന്മ ചെയ്യുക, ഉപദ്രവം ചെയ്യാതിരിക്കുക. ഉപകാരം ചെയ്തിട്ടില്ലെങ്കിൽ ആരും ഉപദ്രവിക്കരുത്. അത് നാളെ ഞാനൊരു കാര്യം, നമ്മളൊരു നന്മ ചെയ്തിട്ടുണ്ടോ, നമ്മളൊരു പെട്ട് നിൽക്കുന്ന നിസ്സഹായനായി നിൽക്കുന്നൊരു മനുഷ്യനെ നമ്മൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലടക്കുമ്പോഴും നമുക്കൊരു വെളിച്ചം കിട്ടും. നമ്മളെ രക്ഷിക്കാനോട് ആരെങ്കിലും കടന്നു വരും, ദൈവം അള്ളാഹു എത്തിക്കുന്നതാണ്. നമ്മൾ ഒരാളെ ദ്രോഹിച്ചിട്ടുണ്ടോ, നമ്മളൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടോ, നമ്മളൊരാളെ മുതൽ പറ്റിച്ചിട്ടുണ്ടോ, നമ്മളൊരാളെ ജോലി ചെയ്തിട്ട് ആ പൈസ കൊടുക്കാതിരുന്നിട്ടുണ്ടോ, നമ്മളൊരാളെ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടോ, നമ്മളൊരാളെ ചതിച്ചിട്ടുണ്ടോ, അത് നാളെ നമ്മൾ അനുഭവിച്ചിട്ടേ മണ്ണിൽ പോകുള്ളൂ. സാമ്പിളായിട്ട് മരിച്ചു നിന്ന് അള്ളാഹു പിന്നെ അതിന് ശേഷം നമുക്ക് തന്നോളൂ. അതല്ല ഷിഹർ കൂടോത്രം മാരണ പരിപാടി, എത്രയാണ് ഇതൊക്കെ, വളരെ ക്രൂരമായ എന്താണ് ഇതിനൊക്കെ ചെയ്യുന്നത് അല്ലേ? അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മരിക്കുമ്പോൾ ജീവൻ പോവാതെ ഇടങ്ങാറായിട്ട് പല രീതിയിലും നമ്മൾ ഇടങ്ങാറാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഷിഹർ കൂടോത്രം ചെയ്യുന്നതിനൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നല്ല ബോധം നൽകി നിഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇത്ര അഹങ്കാരം നമ്മൾ വെച്ചുകൊണ്ടിരിക്കണം. നമ്മൾ രാവിലെ മനുഷ്യൻ്റെ ഇറങ്ങുകയാണ് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പണം വേണം, നമ്മളെ ആവശ്യങ്ങൾക്കൊക്കെ വേണം. പക്ഷേ അതാണ് എല്ലാം എന്ന് പറഞ്ഞ് മരിച്ച് നമ്മൾ പോകുമ്പോൾ എന്താണ്, ഒരു വെള്ളത്തുണി ആയിട്ടേ പോവുക. അങ്ങനെ നമ്മൾ കുഴിക്കുക പോവുക. പണക്കാരനും പാവപ്പെട്ടവനൊക്കെ കുഴിയുക. അവിടെ AC ഒന്നുമില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ്, ഉള്ള സമയം നമ്മൾ നന്നാക്കിയെടുക്കുക. നാലാളുകളെ അറിയാൻ നമ്മൾ സഹായം ചെയ്യുന്നതിനേക്കാൾ നല്ലത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി സഹായം ചെയ്യുക. ആരും അറിയാതെ സഹായം ചെയ്യുക. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നുള്ളത് അള്ളാഹു മനസ്സിലാക്കാൻ തോൽപ്പിക്ക് നൽകി അനുഗ്രഹിക്കുമ്പോൾ എല്ലാം അള്ളാഹുവിൽ നിന്ന് എല്ലാം അള്ളാഹുവിന് വേണ്ടി എന്നുള്ള നിയത്തോടു കൂടി നമ്മൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.